ഹായ്, നമസ്കാരം. ഫോർ ടെക് സിസ്റ്റംസ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഇൻവെർട്ടർ വയ്ക്കുന്നതിനോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനോ സോളാർ പാനൽ വയ്ക്കുന്നതിനോ ഉള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോ. പാർട്ട് 1 വീഡിയോയിൽ ഇൻവെർട്ടർ, ബാറ്ററി ഇവയുടെ സൈസ്, കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്ന വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞത്. വാട്ട്, PAPF എന്താണ് എന്നൊക്കെ പറഞ്ഞു. കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ അവസാനം കാണുന്ന EndScreenലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 2 ആയ ഈ വീഡിയോയിൽ സോളാർ പാനലുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസ് ആണ് പറയുന്നത്. കാരണം നല്ല രീതിയിൽ മനസ്സിലാക്കണമെങ്കിൽ സോളാർ പാനലിൻ്റെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന ചില ടേംസ് അറിഞ്ഞിരിക്കണം. പാർട്ട് 3 വീഡിയോയിൽ സോളാർ പാനൽ സൈസ് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പാർട്ട് 4 വീഡിയോയിൽ സോളാർ പാനലിൽ എങ്ങനെ ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു എന്നുള്ളതാണ് വിഷയം. അതായത് സോളാർ എനർജി എങ്ങനെ ഇലക്ട്രിക്കൽ എനർജി ആവുന്നു. വെൽക്കം ടു പാർട്ട് 2 വീഡിയോ. സോളാർ പാനലിൻ്റെ കപ്പാസിറ്റി നമ്മൾ പറയുന്നത് വാട്ടിലാണ്. ഇൻവെർട്ടറിൽ പറയുന്ന BA അല്ലെങ്കിൽ PF എന്ന ടേംസ് ഇതിൽ യൂസ് ചെയ്യാറില്ല. കാരണം സോളാർ പാനലിൽ ട്രാൻസ്ഫോർമർ ഇല്ല. എത്ര വാട്ട് കപ്പാസിറ്റി പാനലാണോ നമ്മൾ വാങ്ങുന്നത്, അനുകൂലമായ വെയിലും ചൂടുമുണ്ടെങ്കിൽ അത്ര തന്നെ കപ്പാസിറ്റിയിൽ സോളാർ പാനൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇൻവെർട്ടറിൽ വാട്ട് എപ്പോഴും VAനേക്കാൾ കുറവായിരിക്കും എന്നോർക്കുക. വളരെ റെയറായി അമിതമായ ചൂട്, വെയിൽ മുതലായ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ സോളാർ പാനലുകൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി പവർ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് പ്രൊട്ടക്ഷൻ ഡിവൈസസ് ആയ DC, MCB, DC ഫ്യൂസ് എല്ലാം പ്രൊട്ടക്ഷന് വേണ്ടി വയ്ക്കുന്നത്. മിന്നലിൽ നിന്നുള്ള പ്രൊട്ടക്ഷന് വേണ്ടി ഇവയൊക്കെ വിടാതെ DC കറന്റിനുള്ള SPD, അതായത് സർജ് പ്രൊട്ടക്ഷൻ ഡിവൈസും കൂടി ഫിക്സ് ചെയ്യണം. പറഞ്ഞു വന്നത്, സോളാർ പാനൽ കറണ്ട് മെഷർ ചെയ്യുന്ന വാട്ടിൽ ആണ്. വാട്ട് എന്ന് പറയുന്നത് നമ്മൾ ലോഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന റിയൽ പവറാണ്. വോൾട്ടേജും കറണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് പവർ എന്നറിയാമല്ലോ. ഈ വീഡിയോയിലൂടെ നമ്മൾ പരാമർശിക്കുന്ന പ്രധാന കാര്യം സോളാർ പാനലുകളിൽ എഴുതിയ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ചില ടേംസ് ആണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെയെങ്കിലും ഇവയുടെ കൃത്യമായ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയത് തന്നെയാണോ എന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താവുന്നതാണ്. അവ ഇനി പറയുന്നതാണ്. 2 പോയിന്റിൽ നമുക്ക് ഈ കാര്യങ്ങൾ പറയാം. A. General term for a common man to understand. B. Terms written in solar panel. പോയിന്റ് എയിൽ ഒരു 5 കാര്യങ്ങളുണ്ട് പറയാൻ. ഒന്നാമത്തത്, വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? എന്താണ് ഇലക്ട്രിസിറ്റി? ഇലക്ട്രിസിറ്റി എന്താണ് എന്ന് നമ്മൾക്കറിയാം, പക്ഷെ അത് എന്താണ് എന്ന് എങ്ങനെ പറയും? രണ്ടാമത്തത്, വാട്ട് ഈസ് വോൾട്ടേജ്? നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കാണ് വോൾട്ടേജ്. വീട്ടിൽ തീരെ വോൾട്ടേജ് ഇല്ല എന്നൊക്കെ നമ്മൾ പറയും. വോൾട്ടേജ് എന്താണ് എന്ന് എങ്ങനെ പറയും? മൂന്നാമത്തെ പോയിന്റ്, വാട്ട് ഈസ് കറണ്ട്? അതുപോലെ കറണ്ട് എന്ന വാക്ക് ഡെയിലി നമ്മൾ യൂസ് ചെയ്യും, പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ കറണ്ട്? നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം തന്നെയാണോ അതിനുള്ളത്? നാലാമത്തത്, DC അഗെയിൻസ്റ്റ് AC കറണ്ട്. ആവറേജ് ലെവലിൽ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് ഇവ തമ്മിലുള്ള ഡിഫറൻസ് അറിയാം, പക്ഷെ അതെങ്ങനെ പറയും? അഞ്ചാമത്തത്, വാട്ട് ഈസ് ഷോർട്ട് സർക്യൂട്ട്? ഇതെല്ലാവരും പറയുന്ന വാക്കാണ്. എന്തുകൊണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ സ്പാർക്ക് ഉണ്ടാവുന്നത്? ഈ പറഞ്ഞ 5 കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആദ്യം പറയും. അതിനുശേഷം സോളാർ പാനലുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കാണുന്ന വാക്കുകളുടെ മീനിങ് നമ്മൾ പറയുന്നതാണ്. പോയിന്റ് ബിയിൽ ടേംസ് റിട്ടേൺ ഇൻ സോളാർ പാനൽ. സോളാർ പാനലിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ചില ടേംസ് ആണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഒന്നാമത്തത്, മാക്സിമം പവർ വോൾട്ടേജ് അല്ലെങ്കിൽ റേറ്റഡ് പീക്ക് പവർ. ഇതിന് PMP അല്ലെങ്കിൽ Pmpp എന്നൊക്കെ പറയും. രണ്ടാമത്തത്, മാക്സിമം പവർ പോയിന്റ് ഓഫ് എ സോളാർ സെൽ. ഇതിനെ PPM എന്ന് പറയും. മൂന്നാമത്തത്, മാക്സിമം പവർ കറണ്ട്, IMP അല്ലെങ്കിൽ റേറ്റഡ് കറണ്ട്, IMPP എന്ന് പറയും. നാലാമത്തത്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇതിന് ISC എന്നാണ് പറയുക. ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ്, VOC എന്ന് പറയും. ആറാമത്തത്, മാക്സിമം സിസ്റ്റം വോൾട്ടേജ്. പിന്നെ എഫിഷ്യൻസി ഓഫ് എ സോളാർ സെൽ. പിന്നെ ഫിൽ ഫാക്ടർ, FF. ഈ ടേംസ് ഒക്കെ സോളാർ പാനലുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് കൂടുതൽ അറിയാം. എന്നാൽ അവർക്ക് ഇതിൻ്റെ കൃത്യമായ അർത്ഥം ചിലപ്പോൾ അറിയണമെന്നുമില്ല, അല്ലേ? ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി? എന്താണ് ഇലക്ട്രിസിറ്റി?
നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജസ് ആണ്. കറണ്ടിനെയും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്നാണ് പറയുന്നത്. പക്ഷെ കൃത്യമായി പറഞ്ഞാൽ ഇലക്ട്രിക് ചാർജിൻ്റെ ഒരു ടൈമിനുള്ളിലുള്ള എമൗണ്ട് ഓഫ് ഫ്ലോ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ ആണ് കറണ്ട്. ഭൂമിയിൽ ഓരോ വസ്തുവും ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റം എന്ന നിരവധി ചെറിയ ഘടകങ്ങൾ കൂടിച്ചേർന്നാണ്. നിരവധി കോശങ്ങൾ അടങ്ങിയതാണ് മനുഷ്യ ശരീരം എന്നതുപോലെയാണത്. ഓരോ വസ്തുവിനും ഈ ആറ്റത്തിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ചാണ് ആറ്റമിക് ടേബിൾ പറയുന്നത്. കോപ്പറിൻ്റെ ആറ്റം ഘടനയാണ് നിങ്ങൾ കാണുന്നത്. സിലിക്കൺ വസ്തുവിൻ്റെ ആറ്റത്തിൽ മറ്റു ആറ്റവുമായി ഷെയർ ചെയ്യാവുന്ന 4 ഇലക്ട്രോൺസ് ഉണ്ട്. അതിനെ വയലൻസ് ഇലക്ട്രോൺസ് എന്നാണ് പറയുന്നത്. ബോറോൺ ആറ്റത്തിൽ അത് 3 എണ്ണവും ഫോസ്ഫറസ് ആറ്റത്തിൽ അത് 5 എണ്ണവും ആണ്. ഇവയുടെ വ്യത്യസ്ത സ്വഭാവം യൂസ് ചെയ്താണ് സോളാർ പാനൽ ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ നടക്കുന്നത്. ഒരു ആറ്റത്തിൽ നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ടല്ലോ. ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു ആറ്റത്തിലെ നെഗറ്റീവ് ചാർജ് തൊട്ടടുത്ത ആറ്റത്തിലെ പോസിറ്റീവ് ചാർജിലേക്ക് തള്ളി മാറ്റപ്പെടുന്നു. ഈ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് തുടർച്ചയായി നടക്കുമ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ഉണ്ടാകുന്നു. ഇതാണ് ഇലക്ട്രിസിറ്റി, അതായത് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. കറണ്ട് ഒരു നെഗറ്റീവ് ചാർജ് കാരിയർ ആണ്. നെഗറ്റീവ് പോയിന്റിൽ നിന്ന് പോസിറ്റീവ് പോയിന്റിലേക്ക് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ. എന്നാൽ കറണ്ട് ഫ്ലോയുടെ ഡയറക്ഷൻ ഇലക്ട്രോൺസ് ഫ്ലോയുടെ ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ എനർജി ഫോഴ്സ് പിന്നിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നടക്കുന്നത് മുന്നോട്ട്. അതുപോലെയാണ് ഇതും. ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കറണ്ട് ഫോം ചെയ്യുന്നത്. ഒരു പീസ് ഓഫ് കോപ്പർ വയറിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ അതിൽ ഫ്രീ ആയി ഇലക്ട്രോൺസിനെ എക്സ്ചേഞ്ച് ചെയ്യുന്ന കുറേ ആറ്റംസ് ഉണ്ട്. ഈ ഇലക്ട്രോൺസിന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫ്രീ ആയി ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഒരു കോപ്പർ വയർ ഉപയോഗിച്ച് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ ബാറ്ററി ഒരു പവർ സോഴ്സായി ആഡ് ചെയ്യുമ്പോൾ ബാറ്ററി വോൾട്ടേജ് ഇലക്ട്രോൺസിനെ നെഗറ്റീവ് സോഴ്സിൽ നിന്ന് പോസിറ്റീവ് ടെർമിനലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ഈ സർക്യൂട്ടിൽ ഒരു ബൾബ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺസ് ബൾബിലൂടെ പാസ് ചെയ്യും. അങ്ങനെ ലൈറ്റ് പ്രൊഡ്യൂസ് ആവും. പവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്തിൽ ഒരു ലോഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എമൗണ്ട് ഓഫ് എനർജിയാണ്. പവർ മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് വാട്ട്. 9 വാട്ടിൻ്റെ LED ബൾബ് 1 മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന എനർജി 9 വാട്ടാണ്. ഇലക്ട്രിക്കൽ എനർജി മെഷർ ചെയ്യാൻ എടുക്കുന്ന യൂണിറ്റ് ആണ് വാട്ട്. എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസും കൺസംഷൻ ഓഫ് പവർ മെൻഷൻ ചെയ്യുന്നത് വാട്ടിലാണ്. വോൾട്ടേജും ഫ്ലോ ചെയ്യുന്ന കറണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് പവർ. അതായത് പവർ ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട്. 2 പോയിന്റുകൾക്കിടയിൽ ഒരു ഇലക്ട്രിക് കറണ്ടിനെ ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓടിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ ഫോഴ്സ് ആണ് വോൾട്ടേജ് എന്ന് പറയുന്നത്. വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലുള്ള 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഫോഴ്സിലുള്ള വ്യത്യാസമാണ് വോൾട്ടേജ്. ഒരു ഉദാഹരണത്തിലൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറയാം. 2 കണ്ടെയ്നർ ഒരു ടാപ്പ് വഴി പരസ്പരം ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് നിങ്ങൾ കാണുന്നത്. 2 കണ്ടെയ്നറിലും ഒരേ ലെവലിൽ വെള്ളമുള്ളത് കൊണ്ട് ടാപ്പ് തുറന്നാൽ വെള്ളം ഒഴുകില്ല, കാരണം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. ഇപ്പോൾ നോക്കൂ, ഒരു കണ്ടെയ്നറിൽ മാത്രമേ വെള്ളമുള്ളൂ. ടാപ്പ് തുറന്നാൽ തീർച്ചയായും വെള്ളമില്ലാത്ത കണ്ടെയ്നറിലേക്ക് ഒഴുകും, കാരണം അവിടെ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ആ ഫോഴ്സ് തന്നെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് തന്നെയാണ് വോൾട്ടേജ്. ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യുന്ന റേറ്റാണ് കറണ്ട് എന്ന് പറയുന്നത്. ഒരു സർക്യൂട്ടിലെ ഒരു പോയിന്റിൽ കൂടി എത്രയധികം ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നു അതിനെ മെഷർ ചെയ്യുന്ന റേറ്റാണ് കറണ്ട്. നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ കൂടുതൽ സിമ്പിളായി പറഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് കറണ്ട്. കൂടുതൽ വെള്ളമുണ്ടാകുമ്പോൾ കൂടുതൽ പ്രഷർ ഉണ്ടാവും. കൂടുതൽ പ്രഷർ ഉണ്ടെങ്കിൽ കൂടുതൽ വാട്ടർ ഫ്ലോ ഉണ്ടാവും. അതുപോലെ കൂടുതൽ വോൾട്ടേജ് ഉണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യും. വാട്ടർ ടാങ്കിൽ പ്രഷർ ഇല്ലെങ്കിൽ വാട്ടർ ഫ്ലോ ഉണ്ടാവില്ല. അതുപോലെ വോൾട്ടേജ് ഇല്ലെങ്കിൽ കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഇല്ലെങ്കിലും വോൾട്ടേജ് ഉണ്ടാവും. അതായത് ലോഡ് ഇല്ലാത്തപ്പോഴും വോൾട്ടേജ് ഉണ്ടാവും, എന്നാൽ വോൾട്ടേജ് ഇല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല.
ഡി സി കറൻറ്റിൽ വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ഒരേ ഡയറക്ഷനിലാണ് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുക. ഒരേ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്ന കാരണം എല്ലാ ഇലക്ട്രിസിറ്റിയും ലോഡിലൂടെ പാസ് ചെയ്യും. എന്നാൽ എ സി കറൻറ്റിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കും വോൾട്ടേജ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് കാരണം ഡയറക്ഷൻ ഓഫ് കറൻറ്റ് ഫ്ലോയും ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാ ഇലക്ട്രിസിറ്റിയും ലോഡിലൂടെ പാസ് ചെയ്യില്ല. കുറച്ച് പവർ ലോഡിനും പവർ സോഴ്സിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നു. അതിനെയാണ് റിയാക്റ്റീവ് പവർ എന്ന് പറയുന്നത്. ഡി സി കറൻറ്റിൽ റിയാക്റ്റീവ് പവർ ജനറേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് പവർ എഫിഷ്യൻ്റായി യൂസ് ചെയ്യാം. ഒരു പ്രധാന ഗുണം ബാറ്ററിയിലും കപ്പാസിറ്ററിലും ഒക്കെ ഡി സി കറൻറ്റ് സ്റ്റോർ ചെയ്യാം. ഏതൊരു ലോഡിലും റെസിസ്റ്റൻസ് ഉണ്ട്. ഉദാഹരണമായി ബൾബ് ഫിലമെൻറ്റിൽ റെസിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവില്ല. ഒരു റെസിസ്റ്റൻസ് ഇല്ലാത്ത പാത്തിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ കറണ്ടിന് ഒരു ഈസി പാത്ത് ഓഫ് ഫ്ലോ ഉണ്ടാവുന്നു. അതായത് ഒരു സർക്യൂട്ടിലെ പോസിറ്റീവും നെഗറ്റീവും ജോയിൻ ചെയ്യുമ്പോൾ ഒരു ഈസി പാത്ത് ഓഫ് ഫ്ലോ ഉണ്ടാവുന്നു. ഈ സിറ്റുവേഷനിൽ മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യും. അതാണ് ഷോർട്ട് സർക്യൂട്ട്. മാക്സിമം കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ വയറിൽ ഫ്ലോ ചെയ്യുന്ന ഭാഗം ഹീറ്റ് ആവുന്നു. ഇത് സ്പാർക്ക് ഉണ്ടാക്കുന്നു. സോളാർ പാനൽ കപ്പാസിറ്റി കാൽക്കുലേഷന് മുമ്പ് അറിയേണ്ട കൂടുതൽ ടേംസ് ആണ് നമ്മൾ ഇനി കാണുന്നത്. സോളാർ പാനലിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ വാട്ട്, പവർ, കറണ്ട്, വോൾട്ടേജ് എന്നീ കാര്യങ്ങൾ കൂടാതെ ചില ടെക്നിക്കൽ ടേംസിനെ പറ്റിയും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. സോളാർ പാനൽ വാങ്ങുമ്പോൾ പാനലിൽ പ്രിൻ്റ് ചെയ്തു വരുന്ന സ്പെസിഫിക്കേഷൻ്റെ പിക്ചേഴ്സാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിൽ എഴുതിയിട്ടുള്ള പ്രധാന ടേംസും അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. സോളാർ പാനലിൻ്റെ പെർഫോമൻസ് IV കർവിലൂടെ വിവരിക്കാൻ പറ്റും. മാനുഫാക്ചററുടെ ഡാറ്റാ ഷീറ്റിൽ ഇത് കാണാം. സോളാർ പാനലിൻ്റെ ബാക്കിൽ എഴുതിയ കുറേ ടേംസും അവ തമ്മിലുള്ള റിലേഷൻസുമാണ് ഈ വോൾട്ടേജ് കറണ്ട് കർവിൽ പറയുന്നത്. ഇവയെക്കുറിച്ചാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഷോർട്ട് സർക്യൂട്ട് അതായത് ISC തുടങ്ങുന്നത് മാക്സിമം പോയിന്റിൽ നിന്നാണ്. പക്ഷേ അവിടെ വോൾട്ടേജ് 0 ആണ്. കറണ്ട് അതേ ലെവലിൽ നിൽക്കുമ്പോൾ തന്നെ വോൾട്ടേജ് സ്റ്റഡിയായി കൂടിക്കൊണ്ടിരിക്കും. വോൾട്ടേജ് ഒരു ലെവലിലെത്തുമ്പോൾ കറണ്ട് കുറയാൻ തുടങ്ങും. അതിനുശേഷം കറണ്ടും വോൾട്ടേജും VOC പോയിന്റിലെത്തുന്നവരെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് സോളാർ പാനലിൽ നടക്കുന്ന പെർഫോമൻസ്. മാക്സിമം പവറിലെ വോൾട്ടേജിനും മാക്സിമം പവറിലെ കറണ്ടിനും കറസ്പോണ്ടിങ് ആയി വരുന്ന മാക്സിമം പവർ പോയിന്റ് അതായത് MPP ആണ് സോളാർ പ്രൊഡക്ഷൻ്റെ എഫിഷ്യൻ്റ് ആയ സ്പോട്ട്. ഒന്നാമത്തേത് മാക്സിമം പവർ പോയിന്റ് ഓഫ് എ സോളാർ സെൽ. ഒരു സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻസിൽ മാക്സിമം പവർ ഡെലിവറി ചെയ്യുന്ന വോൾട്ടേജിനും മാക്സിമം പവർ ഡെലിവറി ചെയ്യുന്ന കറണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റാണ് മാക്സിമം പവർ പോയിന്റ്. പാനലിനും ഡെലിവറി ചെയ്യാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് ഓഫ് പവർ ആണിത്. രണ്ടാമത്തത് മാക്സിമം പവർ അല്ലെങ്കിൽ റേറ്റഡ് പീക്ക് പവർ, Pmax അല്ലെങ്കിൽ Pmpp. ഐഡിയൽ കണ്ടീഷൻസിൽ അതായത് പീക്ക് സണ്ണിൽ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം എമൗണ്ട് ഓഫ് പവറാണ് റേറ്റഡ് കപ്പാസിറ്റി അല്ലെങ്കിൽ റേറ്റഡ് ഔട്ട്പുട്ട് എന്നൊക്കെ പറയുന്ന മാക്സിമം പവർ. Pmax ഈക്വൽ ടു മാക്സിമം പവർ വോൾട്ടേജ് ഇൻറ്റു മാക്സിമം പവർ കറണ്ട്. ഇതാണ് ഒരു പാനലിൻ്റെ കപ്പാസിറ്റി. മൂന്നാമത്തത് മാക്സിമം പവർ വോൾട്ടേജ് അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജ് അതായത് VMP ഓർ VMPP. പാനൽ ലോഡുമായി കണക്ട് ചെയ്തിരിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ പാനൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വോൾട്ടേജാണ് VMP. അതായത് ലോഡ് കണക്ട് ആയിരിക്കുമ്പോൾ പീക്ക് സണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജാണ് VMP അല്ലെങ്കിൽ VMPP. മോസ്റ്റ് മാനുഫാക്ചറേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നത് VMP VOCയുടെ 70% തൊട്ട് 80% എന്നാണ്. നാലാമത്തത് മാക്സിമം പവർ കറണ്ട് അല്ലെങ്കിൽ റേറ്റഡ് കറണ്ട് IMP ഓർ IMPP. ലോഡുമായി കണക്ട് ചെയ്തിരിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ പാനൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കറണ്ടാണ് IMP. പീക്ക് സണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം കറണ്ടാണിത്. ഇത് പ്രകാരം 350 വാട്ടിൻ്റെ ലൂം സോളാർ പാനൽ സ്പെക്ക് പ്രകാരം VMP 38.48 വോൾട്ടും IMP 9.1A ആയ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 350 വാട്ട് ആയിരിക്കും. അതുപോലെ 395 വാട്ടിൻ്റെ വിക്രം സോളാർ പാനൽ സ്പെക്ക് പ്രകാരം VMPP 40.4 വോൾട്ടും IMP 9.78 ആംപിയറും ആയ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 395 വാട്ടായിരിക്കും. അഞ്ചാമത്തത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC.
ലോഡ് ഇല്ലാത്തപ്പോൾ സ്റ്റാൻഡേർഡ് കണ്ടീഷൻസിൽ പാനൽസിൻ്റെ പോസിറ്റീവും നെഗറ്റീവ് ടെർമിനലും ഒരു അമ്മീറ്ററിൽ കണക്ട് ചെയ്താൽ കാണുന്ന കറണ്ടാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഇതാണ് സോളാർ പാനൽ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹയസ്റ്റ് കറണ്ട്. സോളാർ ചാർജ് കൺട്രോളറുമായോ ഇൻവെർട്ടറുമായോ കണക്ട് ചെയ്താൽ എത്ര ആംപ്സ് ഒരു സോളാർ പാനലിന് തരാൻ പറ്റും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് ISC മെഷർ ചെയ്ത് തീരുമാനിക്കാൻ പറ്റും. നിങ്ങളുടെ പാനലിൻ്റെ പുറകുവശം നോക്കിയാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് റേറ്റിംഗ് കാണാൻ പറ്റും. ഇത് സൂചിപ്പിക്കുന്നത് എത്രത്തോളം ഫോൾട്ട് കറണ്ട് നിങ്ങളുടെ പാനലിന് ബെയർ ചെയ്യാൻ പറ്റുമെന്നാണ്. ഷോർട്ട് സർക്യൂട്ട് ഒരു ഡേഞ്ചർ സിറ്റുവേഷനാണ്. അതൊക്കെ ഒഴിവാക്കാനാണ് ഫ്യൂസ്, സർക്യൂട്ട് ബ്രേക്കേഴ്സ് മുതലായവ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതായത് ഇൻസ്റ്റാൾ ചെയ്ത ഫ്യൂസ്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ തുടങ്ങിയവ ചെക്ക് ചെയ്യാൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് യൂസ് ചെയ്യാം. സോളാർ പാനലിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് വയേഴ്സ് തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ഷൻ ഉണ്ടാവും. ഒരു നോർമൽ ഇലക്ട്രിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. ഉദാഹരണം, ബൾബ് ഫിലമെൻ്റ് റെസിസ്റ്റൻസ് ഉള്ളതാണ്. എന്നാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കണക്ഷനിൽ റെസിസ്റ്റൻസ് വളരെ ലോ ആയിരിക്കും. അതുകൊണ്ടാണ് കറണ്ട് ഫ്ലോ മാക്സിമം ആവുന്നത്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എപ്പോഴും പാനലിൻ്റെ മാക്സിമം പവർ കറണ്ടിനേക്കാളും കൂടുതലായിരിക്കും. സ്ക്രീനിൽ കാണുന്ന പോലെ ലൂം സോളാറിൻ്റെ 550 പാനലിൽ IMP 12.91 ആംപിയറും ISC 13.89 ആംപിയറും ആണ്. 350 വാട്ട് പാനലിൽ IMP 9.1 ആംപിയറും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 9.5 ആംപിയറും ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത ഫ്യൂസ്, സർക്യൂട്ട് ബ്രേക്കർ, അതർ സേഫ്റ്റി മെക്കാനിസംസ് ഫെയിൽ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാൻ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അനലൈസ് ചെയ്യാം. സോളാർ പാനലിൻ്റെ വർക്കിംഗ് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കാനും ഷോർട്ട് സർക്യൂട്ട് ചെയ്യാം. സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുക. ക്ലാമ്പ് മീറ്ററിൽ DC ആംപിയർ സെറ്റ് ചെയ്തതിന് ശേഷം സോളാർ പാനലിൻ്റെ 2 വയറും തമ്മിൽ കണക്ട് ചെയ്യുക. സ്പാർക്ക് കണ്ടാൽ പേടിക്കേണ്ട കാര്യമില്ല. കണക്റ്റഡ് വയറിൽ ക്ലാമ്പ് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് മെഷർ ചെയ്ത് കാണിക്കും, വീഡിയോയിൽ കാണുന്ന പോലെ. സ്പെക്കിൽ പറയുന്ന ഷോർട്ട് സർക്യൂട്ട് കറണ്ട് 9.78 ആംപിയർ ആണ്. മെഷർ ചെയ്തപ്പോൾ കിട്ടിയത് 8.45 ആംപിയർ ആണ്. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് പീക്ക് കണ്ടീഷൻസ് അല്ലാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ പാനൽ ഓൾഡ് ആവാം. ഒരു കാർഡ്ബോർഡ് എടുത്ത് സോളാർ പാനലിൻ്റെ ഓരോ സോളാർ സെല്ലും കവർ ചെയ്യുക. ഒരു സെൽ കവർ ചെയ്താൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഡ്രോപ്പ് ആവുന്നില്ലെങ്കിൽ സോളാർ പാനലിന് ഡാമേജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ടെസ്റ്റിംഗ് കഴിഞ്ഞാൽ പാനൽ കേബിൾസ് ഡിസ്കണക്ട് ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട വാർണിംഗ് ഉള്ളത്, ഹൈ വോൾട്ടേജ് സോളാർ അറേയിൽ ഷോർട്ട് സർക്യൂട്ട് മെഷർ ചെയ്യുന്നത് റെക്കമെൻഡഡ് അല്ല. സിമ്പിളായി പറഞ്ഞാൽ, സോളാർ പാനൽ ലോഡുമായി കണക്ട് ചെയ്യാത്തപ്പോൾ അല്ലെങ്കിൽ ലോഡ് എടുക്കാത്തപ്പോൾ ഫുൾ സൺ ആണെങ്കിൽ സോളാർ പാനൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാക്സിമം വോൾട്ടേജ് ആണ് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ VOC. നിങ്ങൾ കണ്ട സോളാർ പാനൽ സ്പെസിഫിക്കേഷനിൽ 350 വാട്ട് പാനലിൽ VOC 44.91 വോൾട്ടും VMP 38.48 വോൾട്ടുമാണ്. 395 വാട്ട് പാനലിൽ VOC 49.4 വോൾട്ടും റേറ്റഡ് വോൾട്ടേജ് 44.4 വോൾട്ടുമാണ്. 550 വാട്ട് പാനലിൽ VOC 50.20 വോൾട്ടും VMP 42.58 വോൾട്ടുമാണ്. അപ്പോൾ നമ്മുടെ സോളാർ ചാർജറിൻ്റെ വോൾട്ടേജ് കപ്പാസിറ്റി പാനലിൻ്റെ VOCക്ക് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ലോഡ് ഇല്ലാത്തപ്പോൾ വോൾട്ടേജ് കൂടി സർക്യൂട്ട് സേഫ്റ്റി ഡിവൈസസ് ബ്ലോ ആവും, അല്ലെങ്കിൽ ഡാമേജ് ആക്കും. ഉദാഹരണമായി ഇവിടെ കാണിച്ച 350 വാട്ടിൻ്റെ പാനലിൽ VOC 44.91 ആണല്ലോ. ഈ 4 പാനൽ സീരീസായി കണക്ട് ചെയ്യുമ്പോൾ ടോട്ടൽ VOC 44.91 × 4 179.64 അതിനടുത്തോ മൾട്ടിമീറ്റർ കാണിക്കും. എന്നാൽ ചാർജ് കൺട്രോളറുമായി അല്ലെങ്കിൽ സോളാർ ഇൻവെർട്ടറുമായി കണക്ട് ചെയ്യുമ്പോൾ ഈ വോൾട്ടേജ് 38.48 × 4 ടോട്ടൽ 153.92 വോൾട്ടേജിലേക്കോ അതിന് തൊട്ട് മുകളിലേക്കോ കുറയുന്നതായി കാണാം. കാരണം ലോഡ് കണക്ട് ആകുമ്പോൾ മാക്സിമം പവർ വോൾട്ടേജ്, അതായത് VMP അനുസരിച്ചുള്ള വോൾട്ടേജ് ആണ് കിട്ടുക, VOC വോൾട്ടേജ് അല്ല. VOC വോൾട്ടേജ് ലോഡ് കണക്ട് ചെയ്യാത്തപ്പോൾ കാണിക്കുന്ന വോൾട്ടേജ് ആണ്. എന്നാലും പറഞ്ഞതിൽ നിന്ന് കുറച്ച് വോൾട്ടേജിൻ്റെ വേരിയേഷൻ കുറവോ കൂടുതലോ ഉണ്ടാവും. താഴെ കാണുന്ന സ്ക്രീൻ ശ്രദ്ധിക്കുക. 350 വാട്ടിൻ്റെ 3 പാനലും 395 വാട്ടിൻ്റെ 1 പാനലും കണക്ട് ചെയ്ത ഇൻവെർട്ടറിൻ്റെ റിമോട്ട് ആപ്പിൽ കാണിക്കുന്ന ഡാറ്റയാണ് ഇവിടെ കാണുന്നത്. ഇതിൽ PV ഇൻപുട്ട് വോൾട്ടേജ് 156.6 വോൾട്ട് ആണ് കാണുന്നത്.
അത് VOC അല്ല, മാക്സിമം പവർ വോൾട്ടേജ് ആണ്. കാരണം 162 വാട്ട് ഹോം ലോഡും പിന്നെ ഇൻവെർട്ടർ പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള പവറും ലോഡുള്ളത് കൊണ്ടാണ്. ബാറ്ററി 100% കാണിക്കുന്നുണ്ടെങ്കിലും ചാർജിങ് കംപ്ലീറ്റ് ആവാൻ 6 ആംപിയർ കറണ്ട് വെച്ച് ഇപ്പോഴും ചാർജ് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഫ്ലോട്ടിംഗ് വോൾട്ടേജ് 27ഉം ബൾക്ക് ചാർജിംഗ് വോൾട്ടേജ് 27.9ഉമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോഡോ ബാറ്ററി ചാർജിങ്ങോ കൂടുതൽ ഇല്ലാത്തത് കൊണ്ട് അതിനനുസരിച്ചുള്ള പവർ പ്രൊഡക്ഷൻ മാത്രമേ PV പ്രൊഡക്ഷൻ കാണിക്കുന്നുള്ളൂ. അതായത് 389 വാട്ടാണ് കാണിക്കുന്നത് 4 പാനൽസിൽ നിന്ന്. ഇതിൽ 3 പാനൽ 350 വാട്ടും ഒരു പാനൽ 395 വാട്ടുമാണ്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് വോൾട്ടേജ് ആഡ് ചെയ്താൽ 38.48 വോൾട്ട് ഇൻറ്റു 3 പാനൽസ് 115.44 വോൾട്ട് കിട്ടും. ഇത് VMP ആണ്. ഇതിൻ്റെ കൂടെ 395 വാട്ട് പാനലിൻ്റെ VMP ആയ 40.4 വോൾട്ട് ആഡ് ചെയ്താൽ കിട്ടുന്നത് 155.84 വോൾട്ടാണ്. PV വോൾട്ടേജ് കാണിക്കുന്നത് 156.6 വോൾട്ടാണ്. ചെറിയൊരു ഡിഫറൻസ് എപ്പോഴും ഉണ്ടാവും, കൂടുതലായോ കുറവായോ. മാക്സിമം സിസ്റ്റം വോൾട്ടേജ് എന്ന് പറയുന്നത് സോളാർ പാനലുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള സോളാർ അറയിലെ എല്ലാ പാനലുകളുടെയും ടോട്ടൽ വോൾട്ടേജ് കപ്പാസിറ്റിയാണ്. ഇത് സോളാർ പാനലിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള മാക്സിമം സിസ്റ്റം വോൾട്ടേജിനേക്കാളും കൂടാൻ പാടില്ല. കൂടിയാൽ അത് കംപ്ലീറ്റ് സിസ്റ്റത്തിന് ഡാമേജ് ആക്കും. നിങ്ങൾ കണ്ട 350 വാട്ട് സോളാർ പാനലിൽ മാക്സിമം സിസ്റ്റം വോൾട്ടേജ് 1000 വോൾട്ട് ആണ്. 395 വാട്ടിൻ്റെ സോളാർ പാനലിനും 550 വാട്ടിൻ്റെ സോളാർ പാനലിലും മാക്സിമം സിസ്റ്റം വോൾട്ടേജ് കപ്പാസിറ്റി 1500 വോൾട്ട് ആണ്. അടുത്ത പോയിന്റ് എഫിഷ്യൻസി ഓഫ് സോളാർ സെൽ. സോളാർ പാനൽസിൻ്റെ എഫിഷ്യൻസി സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. സണ്ണിൽ നിന്ന് സ്വീകരിക്കുന്ന എനർജിയും സോളാർ പാനൽ ഉണ്ടാക്കുന്ന എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണിത്. മാർക്കറ്റിൽ ലഭ്യമായ മിക്കവാറും സോളാർ സെൽസ് 17 മുതൽ 19% വരെ എഫിഷ്യൻസി ഓഫർ ചെയ്യുന്നത്. കൊമേഴ്സ്യൽ സോളാർ പാനലിൻ്റെ ഹയസ്റ്റ് എഫിഷ്യൻസി ഏകദേശം 23%. ചില സോളാർ പാനലുകളിൽ, ഉദാഹരണം വിക്രം സോളാർ പാനൽ, ഫിൽ ഫാക്ടർ കാണിക്കാറുണ്ട്. ജനറേറ്റ് ചെയ്ത മാക്സിമം ഒബ്റ്റൈനബിൾ പവർ, അതായത് Pmaxും ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജിലും ഷോർട്ട് സർക്യൂട്ട് വോൾട്ടേജ് കണ്ടീഷൻസിലും ജനറേറ്റ് ചെയ്ത മാക്സിമം തിയററ്റിക്കൽ പവറും തമ്മിലുള്ള റേഷ്യോ ആണ് ഫിൽ ഫാക്ടർ. ഒരു സോളാർ സെല്ലിൻ്റെ എഫിഷ്യൻസിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ റേഷ്യോ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും, അതായത് FF = Pmp ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് VOC ആൻഡ് ISC. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ഒന്നുകൂടി കണ്ട് ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി പ്രസ് ചെയ്ത് എനേബിൾ ചെയ്ത് വയ്ക്കൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമസ്കാരം.